നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ്റെ പേര് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തു വരികയാണ്. വാഴോട്ടുകോണം എന്ന് പറയുന്ന ഒരു വാർഡിൻ്റെ കൗൺസിലറായ ആർ സുഗതൻ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ, അദ്ദേഹത്തിന് മുകളിൽ ചുമത്തിയിട്ടുള്ള കാപ്പ, അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധി, ജയിലിലെ സത്യപ്രതിജ്ഞ, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. മേയർ അടക്കമുള്ള, അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരടക്കമുള്ള, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ജയിലിലെത്തിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കിയത്. ഇതെല്ലാം കേരളം കണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം ഉണ്ടായിരുന്നത് 3 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ സുഗതന് അയോഗ്യനാകേണ്ടി വരും, അല്ലെങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിനെ BJP എങ്ങനെ മറികടക്കുമെന്നായിരുന്നു കേരളത്തിലെ മാധ്യമ ചർച്ചകൾ മുഴുവൻ. സത്യത്തിൽ ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന ചർച്ചകളിൽ ചില വസ്തുതാപരമായ പിശകുകളുണ്ട്. ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ സുഗതനോ അല്ലെങ്കിൽ BJPക്കോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സത്യപ്രതിജ്ഞ അത് സമയത്തിനുള്ളിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ BJP പ്രതിസന്ധിയിലാവുമായിരുന്നു. എന്നാൽ BJP ആ പ്രതിസന്ധി വളരെ വ്യക്തമായി തന്നെ മറികടക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയ്ക്ക് വരികയാണ്. കാരണം അടുത്ത കൗൺസിൽ യോഗം, ജൂലൈ മാസത്തിലെ കൗൺസിൽ യോഗം ഈ വരുന്ന വെള്ളിയാഴ്ച ചേരാനിരിക്കുകയാണ്. വെള്ളിയാഴ്ച ചേരാനിരിക്കുമ്പോൾ സുഗതന് അതിൽ പങ്കെടുക്കാൻ കഴിയുമോ? അതിനിടയിൽ സുഗതന് ജാമ്യം ലഭിക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജാമ്യം ലഭിച്ചില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായി നിയമം പറയുന്നത് അയോഗ്യനാവുക, അല്ലെങ്കിൽ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരു കൗൺസിലർ അയോഗ്യനാകും എന്നല്ല, അയോഗ്യനായേക്കാം എന്നാണ് നിയമം പറയുന്നത്. എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു വിവരവുമില്ലാതെ അബ്സ്കോണ്ടിങ് ആയാൽ മാത്രമേ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ ഒരു കൗൺസിലറുടെ സ്ഥാനം നഷ്ടമാവുകയുള്ളൂ. അവധി അപേക്ഷ നൽകി, കൃത്യമായ കാരണം കാണിച്ച് അവധി അപേക്ഷ നൽകി അത് കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാളുടെ ഈ സ്ഥാനം പോവുകയില്ല. മാത്രമല്ല, ഇനി സ്ഥാനം നഷ്ടപ്പെട്ടാൽ പോലും ഈ 3 കൗൺസിൽ യോഗങ്ങളിൽ നേരത്തെ അറിയിപ്പില്ലാതെ തന്നെ പങ്കെടുക്കാതിരുന്നത് കാരണം ഒരു കൗൺസിലറുടെ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പോലും പിന്നീട് പ്രത്യേകമായ അപേക്ഷ നൽകിയാൽ കൗൺസിൽ യോഗം കൂടി ആ നഷ്ടപ്പെട്ട സ്ഥാനം പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ കൗൺസിലിന് അധികാരമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ സുഗതന് ഒരിക്കലും സ്ഥാനം നഷ്ടമാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. വെറുതെയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ സുഗതൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൗൺസിൽ യോഗം വെള്ളിയാഴ്ച കൂടാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിലും സുഗതൻ്റെ പങ്കാളിത്തം ചർച്ചയാവുകയാണ്. സുഗതൻ, നമുക്കറിയാം, നേരത്തെ തന്നെ സുഗതനും അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് സുഗതൻ്റെ പേരിലുള്ള കേസുകൾ എടുത്തിട്ടുള്ളത് എന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ സുഗതൻ കൃത്യമായി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളയാളായിരുന്നുവെന്നും അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസുകളിൽ പ്രതിയായിരുന്നുവെന്നും സുഗതൻ്റെ പേരിലുള്ള കേസുകളുടെ ഒരു സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് കാപ്പ ചുമത്തിയിട്ടുള്ളതെന്നും കാപ്പ ഉപദേശക സമിതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുമാണ് സർക്കാരിൻ്റെ വാദം. എന്തായാലും ഇപ്പോൾ കാപ്പ ചുമത്തപ്പെട്ട് സുഗതൻ ജയിലിലാണ്. ആ സുഗതൻ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. അഭിഭാഷകൻ മുഖേന മേയർക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അവധി അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഒരു കൃത്യമായ നീക്കമാണ്. വരുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള അവധി അപേക്ഷ കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അയോഗ്യത എന്ന ഒരു കടമ്പ അത് മറികടക്കാൻ BJPക്ക് സാധിക്കും. അത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവധി അപേക്ഷ, സുഗതൻ്റെ അവധി അപേക്ഷ അഭിഭാഷകർ മുഖേന ഇപ്പോൾ കോർപ്പറേഷന് ലഭിച്ചിരിക്കുന്നു എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ BJP ആ കടമ്പയും മറികടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ സുഗതനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഗതൻ്റെ പേരിലുള്ള കേസുകൾ എങ്ങനെയാണ് BJPയെയും നഗരസഭാ ഭരണത്തെയും ബാധിച്ചത് എന്ന് നമ്മൾ
കണ്ടതാണ്. അതായത് സുഗതൻ്റെ സത്യപ്രതിജ്ഞ, സുഗതൻ്റെ അടക്കം 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ദൈവങ്ങളുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മറ്റ് ആചാര്യന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പേരിലാണ് കേരള ഹൈക്കോടതി 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയത്. പിന്നീട് സുഗതൻ ജയിലിലായതിനാൽ അദ്ദേഹം ഒഴികെ മറ്റെല്ലാ കൗൺസിലർമാരും ഈ കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സുഗതൻ്റെ പേരിൽ 2 കേസുകളിൽ ജാമ്യം നെടുമങ്ങാട് കോടതിയിൽ നിന്നും ലഭിക്കാനുണ്ടായിരുന്നു. ആ ജാമ്യാപേക്ഷയും നെടുമങ്ങാട് കോടതി നേരത്തെ നിരസിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ തന്നെ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞയുണ്ട്, ആ സത്യപ്രതിജ്ഞയ്ക്കായി 2 കേസുകളിലും ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു കോർപ്പറേഷൻ്റെ അപേക്ഷ. ആ ജാമ്യം അനുവദിച്ചിരുന്നു നെടുമങ്ങാട് ഹൈക്കോടതി. ആ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ആ അപേക്ഷ നെടുമങ്ങാട് കോടതി അനുവദിച്ചതാണ്. പക്ഷേ കേരള ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലുള്ള വ്യക്തിയാണ് സുഗതൻ. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിക്ക് മുന്നിലും സുഗതൻ്റെ ജാമ്യാപേക്ഷ വന്നു. പക്ഷേ കേരള ഹൈക്കോടതി വിധിച്ചത് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാണ്. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ എന്ന് കോടതി ആദ്യം സർക്കാരിനോട് ആരാഞ്ഞു. സർക്കാർ അതിന് സമ്മതം മൂളിയതിനെ തുടർന്നാണ് സത്യപ്രതിജ്ഞ നടന്നത്. പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിലിൽ സത്യപ്രതിജ്ഞ സുഗതൻ ചെയ്തതോടുകൂടി നഗരസഭയ്ക്കും ഭരണസമിതിക്കും അതുപോലെ തന്നെ BJPക്കും അതൊരു വലിയ ആശ്വാസമായി മാറുകയായിരുന്നു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട് 1 മാസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ ആ സ്ഥാനം നഷ്ടമാകുമെന്ന ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു. ഇവിടെ ഹൈക്കോടതി വിധിയിലൂടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വീണ്ടും 1 മാസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമായിരുന്നു. പക്ഷേ സുഗതൻ ആ കടമ്പ മറികടന്നു. ഹൈക്കോടതി അദ്ദേഹത്തെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളതാണ്. ഇനിയുള്ളത് ഈ കൗൺസിൽ യോഗങ്ങളിലെ പങ്കെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അവധി അപേക്ഷ ഇപ്പോൾ സുഗതൻ നൽകിയിരിക്കുന്നു എന്നുള്ളത് BJPക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ വരുന്ന 5 വർഷവും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കൗൺസിലർമാർക്ക് അവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നും അവരെല്ലാം സംരക്ഷിക്കുമെന്നും ഈ കൗൺസിൽ യോഗം 12 കൗൺസിൽ യോഗങ്ങൾ നടന്നു. അതിൽ 13ാമത്തെ കൗൺസിൽ യോഗം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പ്രത്യേകതകളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷം അത് ശബ്ദായമാനമായ രംഗങ്ങൾ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സുഗതൻ്റെ അവധി അപേക്ഷ തള്ളണമെന്നായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷം ആവശ്യപ്പെടുക. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വലിയ സംഘർഷവും അതുപോലെ തന്നെ ഉന്തും തള്ളും എല്ലാം ഉണ്ടായിരുന്നു. BJPയുടെ കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശബരിനാഥനെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഈ അടിയിൽ കലാശിച്ചത്. എന്തിനാണ് ശബരിനാഥ് അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തു വച്ചിരുന്നത് എന്ന ചോദ്യം ഭരണപക്ഷവും ഉയർത്തി. പക്ഷേ അതിന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ കൗൺസിൽ യോഗം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേയർ കാര്യപരിപാടികളും അജണ്ടകളുമെല്ലാം കൃത്യമായി പാസാക്കി പോകുന്നത് നമ്മൾ കണ്ടതാണ്. സുഗതൻ്റെ പേരിൽ ഈ കൗൺസിൽ യോഗവും ഇത്തരത്തിൽ ശബ്ദായമാനമാകാനുള്ള അല്ലെങ്കിൽ സംഘർഷഭരിതമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് മേയറും BJPയും ഇന്നുള്ളത്.